ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FCFS സ്കെഡ്യൂളിംഗ് അൽഗോരിതം ആണ്. വളരെ സിംപ്ലസ്റ്റും ഈസിയസ്റ്റും ആയിട്ടുള്ള ഒരു CPU സ്കെഡ്യൂളിംഗ് അൽഗോരിതം ആണ് FCFS. അതിന്റെ ഫുൾ ഫോം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. ഇവിടെ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ ക്യൂ ആണ്. FIFO ക്യൂ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം വരുന്ന പ്രോസസ്സിനെ ആദ്യം CPU അലോട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് FIFO എന്നതുകൊണ്ട് FIFO ക്യൂ യൂസ് ചെയ്യാനുള്ള കാരണം. സോ ഒരു പ്രോസസ്സ് നമ്മുടെ ഒരു പ്രോസസ്സിന്റെ കൺട്രോൾ ബ്ലോക്ക് അതുകൊണ്ട് തന്നെ ക്യൂവിന്റെ ടെയിലിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്ത് വെക്കും. CPU എപ്പോഴാണോ ഫ്രീ ആവുക അപ്പോൾ ആ ക്യൂവിന്റെ ഫ്രണ്ടിൽ നിന്ന് ഓർഡറിൽ തന്നെ ഓരോ പ്രോസസ്സിനും CPU അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം. PCB പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എന്താണ് നമ്മുടെ FCFS എന്ന് പറയുന്ന ഒരു നോൺ പ്രിയംപ്റ്റീവ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. നോൺ പ്രിയംപ്റ്റീവ് അപ്രോച്ച് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അതായത് ഒരു പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമാണ് നെക്സ്റ്റ് പ്രോസസ്സിന് CPU നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുള്ളൂ. അതാണ് നോൺ പ്രിയംപ്റ്റീവ് അപ്രോച്ച്. ബട്ട് എന്താണ് ഈ FCFS എന്ന് പറയുന്നത് പ്രിയംപ്റ്റീവ് ആയിട്ടുള്ളതും നോൺ പ്രിയംപ്റ്റീവ് ആയിട്ടുള്ള സ്കെഡ്യൂളിംഗ് അൽഗോരിതത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പ്രിയംപ്റ്റീവ് അൽഗോരിതമാണ് ഒരു പ്രയോറിറ്റി ബേസ്ഡ് അൽഗോരിതം. അതായത് പ്രയോറിറ്റി കൂടുതലുള്ള പ്രോസസ്സ് വന്നാൽ അവിടെ കറന്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രയോറിറ്റി കൂടിയ ഒരു പ്രോസസ്സിന് നമ്മൾ CPU കൊടുക്കണം. അതാണ് പ്രിയംപ്റ്റീവ് സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് സെയിം പ്രയോറിറ്റി ഉള്ള രണ്ട് പ്രോസസ്സ് വന്നെന്ന് വിചാരിക്കാം. സോ ഏത് പ്രോസസ്സായിരിക്കും ഫസ്റ്റ് CPUവിനെ അലോട്ട് ചെയ്ത് കൊടുക്കേണ്ട ഏത് പ്രോസസ്സിനായിരിക്കും? അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? FCFS. അതായത് ഏത് പ്രോസസ്സാണോ ആദ്യം വന്നത് ആ പ്രയോറിറ്റി കൂടുതലത്തെ ഫസ്റ്റ് വന്ന പ്രോസസ്സിനായിരിക്കും നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുക. സോ അതാണ് പറയുന്നത് ഈ നമ്മുടെ FCFS പ്രിയംപ്റ്റീവ് നോൺ പ്രിയംപ്റ്റീവ് ആയിട്ടുള്ള സ്കെഡ്യൂളിംഗ് അൽഗോരിതങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് ആണ് FCFS doesn't lead to any starvation. അതായത് എന്താ ഇവിടെ നമ്മൾ പറഞ്ഞത് നോൺ പ്രിയംപ്റ്റീവ് സ്കെഡ്യൂളിംഗ് അൽഗോരിതം ആണ് FCFS എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രോസസ്സിനും അവിടെ പോസ് ആയിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വരില്ല. ഡെഫിനറ്റ് ആയിട്ടും അതിനെന്താണ് ആ CPU അതിൻ്റെ അടുത്തേക്ക് വരും. അതായത് ലാർജ് പ്രോസസ്സുകൾ ഉണ്ടെങ്കിലും അതിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ടായാലും ഈ സ്മോളസ്റ്റ് പ്രോസസ്സുകളുടെ അടുത്തേക്ക് CPU കിട്ടും. സോ അതെന്താണ് അവിടെ ഒരു സ്റ്റാർവേഷന്റെ ആവശ്യം വരുന്നില്ല. CPU കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നില്ല. സോ FCFS എന്താണ് സ്റ്റാർവേഷനിലേക്ക് നയിക്കുന്നില്ല നമ്മുടെ പ്രോസസ്സുകളുടെ. നെക്സ്റ്റ് പോയിന്റ്, FCFS ബെറ്റർ എന്ന് പറയുന്നത് ലാർജ് കംപ്ലീഷൻ ടൈമുള്ള അല്ലെങ്കിൽ ബേസ്റ്റ് ടൈമുള്ള പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് FCFS ബെറ്റർ ആയിട്ടുള്ളത്. അവിടെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങിന്റെ ആവശ്യം വരുന്നില്ല പ്രോസസ്സുകൾ തമ്മിൽ. നമുക്ക് അവിടെ നോൺ പ്രിയംപ്റ്റീവ് ആണല്ലോ. സോ നമുക്കൊരു പ്രോസസ്സിനെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് എന്ന് പറയുന്ന ഒരു ആവശ്യം നമ്മുടെ FCFSൽ വരുന്നില്ല. നെക്സ്റ്റ് ആണ് എന്താണ് ഇത് ഈസി ആണെങ്കിലും എന്താണ് വളരെ ഈസി ആണെന്നാണ് നമ്മൾ പറഞ്ഞത് ഈ അൽഗോരിതം. പക്ഷെ എന്താണ് ഇതിന് കൂടുതൽ വെയിറ്റിംഗ് ടൈം ആവശ്യം വരുന്നത് കൊണ്ട് തന്നെ ഈ അൽഗോരിതം FCFS അൽഗോരിതം എന്ന് പറയുന്നത് ഇൻഎഫിഷ്യന്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ പെർഫോമൻസ് വളരെ പുവർ ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ് ആണ് കോൺവേ എഫക്റ്റ് ടേക്ക് പ്ലേസ്. അതെന്താണ് കോൺവേ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു സെറ്റ് ഓഫ് പ്രോസസ്സുകൾ ക്യൂവിലുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഫസ്റ്റ് കിടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള പ്രോസസ്സിനേക്കാളും ലാർജസ്റ്റ് ആണെങ്കിൽ അത്രയും ടൈം ഇവിടെ നമ്മൾ ഈ സ്മോളസ്റ്റ് പ്രോസസ്സുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. സോ മൊത്തം ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് സ്ലോ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് കോൺവേ എഫക്റ്റ്. അത് FCFSൽ നടക്കും. കാരണം അവിടെ നോൺ പ്രിയംഷൻ ആണ് നമ്മൾ അപ്രോച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്കവിടെ വെയിറ്റിംഗ് ടൈം വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കോൺവേ എഫക്റ്റ് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, അവിടെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് കൂടുതലാണ്. കാരണം ലാർജ് പ്രോസസ്സ് വരുമ്പോൾ അവിടെ റെസ്പോൺസ് ടൈം കൂടുതലായിരിക്കും, വെയിറ്റിംഗ് ടൈം കൂടുതലായിരിക്കും. സോ ഇന്ററാക്റ്റീവ് സിസ്റ്റത്തിന് FCFS അപ്രോപ്രിയേറ്റ്. അതുപോലെ തന്നെ ഇവിടെ പ്രയോറിറ്റി ബേസ്ഡ് അല്ലാത്തത് കൊണ്ട് FCFS എന്താണ് ടൈം ഷെയറിംഗ് സിസ്റ്റത്തിനും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ററാക്റ്റീവ് സിസ്റ്റത്തിന്റെ കാര്യത്തിലും ടൈം ഷെയറിംഗ് സിസ്റ്റങ്ങളുടെ കാര്യത്തിലും നമ്മൾ FCFS അൽഗോരിതം അത്ര അപ്രോപ്രിയേറ്റ് അല്ല.
ഈ പോയിന്റ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്യാം. നമ്മൾ ഇത്രയും പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. FIFO ആണ് യൂസ് ചെയ്യുന്നത്. സിംപ്ലസ്റ്റ് ഈസിയസ്റ്റ് CPU സ്കെഡ്യൂളിംഗ് ആണ് FCFS. നോൺ പ്രിയംറ്റീവ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത്. ബട്ട് എന്താണ് പ്രിയംറ്റീവ് നോൺ പ്രിയംറ്റീവ് ആയിട്ടുള്ള സ്കെഡ്യൂളിംഗ് അൽഗോരിതങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർവേഷൻ ഉണ്ടാകുന്നില്ല FCFSന്റെ കാര്യത്തിൽ. പക്ഷെ അവിടെ എന്തുണ്ടാവും, കോൺവേ എഫക്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ട്. ലാർജ് സിസ്റ്റങ്ങളുടെ കാര്യത്തിൽ ബെറ്റർ ആണ്, കാരണം അവിടെ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇൻഎഫിഷ്യന്റ് ആണ്, പുവർ പെർഫോമൻസ് ആണ് FCFSന്. കാരണം എന്താണ്, അവിടെ നമുക്ക് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻഎഫിഷ്യന്റ് ആണ്, പുവർ പെർഫോമൻസ് ആണ്. ഇന്ററാക്റ്റീവ് സിസ്റ്റത്തിനും ടൈം ഷെയറിംഗ് സിസ്റ്റത്തിനും അപ്രോപ്രിയേറ്റ് അല്ല നമ്മുടെ FCFS സ്കെഡ്യൂളിംഗ് അൽഗോരിതം. നെക്സ്റ്റ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ബെസ്റ്റ് കേസിന് ബിഗ് ഓഫ് എന്നും ആവറേജും വേഴ്സ്റ്റ് കേസിനും ബിഗ് ഓഫ് n² ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് FCFSന്റെ പ്രോബ്ലം നോക്കാനുണ്ട്. അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 ടൈമാണ്. കംപ്ലീഷൻ ടൈം, എപ്പോഴാണ് ഒരു പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യണേ ആ ടൈമിനാണ് കംപ്ലീഷൻ ടൈം എന്ന് പറയാ. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. നെക്സ്റ്റ് വെയിറ്റിംഗ് ടൈം, ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേർസ്റ്റ് ടൈം. അറൈവൽ ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് എപ്പോഴാണ് ഒരു CPU വേണ്ടി റിക്വസ്റ്റ് നടത്തുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു FIFO ക്യൂയിലേക്ക് എൻ്റർ ആകുന്നത്, അതിനെയാണ് അറൈവൽ ടൈം എന്ന് പറയാം. ബേർസ്റ്റ് ടൈം ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം, എത്ര ടൈം വേണം ഒരു പ്രോസസ്സിന്, അതാണ് ബേർസ്റ്റ് ടൈം. സോ നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ നമുക്ക് 5 പ്രോസസ്സ് തന്നിട്ടുണ്ട്, അതിന്റെ അറൈവൽ ടൈമും ബേർസ്റ്റ് ടൈമും തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിന്റെ ആവറേജ് വെയിറ്റിംഗ് ടൈമും ആവറേജ് ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അതിന്റെ ഗാന്റ് ചാർട്ട് വരച്ച് നോക്കാം. ഇവിടെ P3 എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ ആണ് അറൈവൽ ടൈം 0 ആയിട്ടുള്ളത്. സോ ഫസ്റ്റ് ഗാന്റ് ചാർട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ P3 ആണ് വരയ്ക്കേണ്ടത്. P3 ആണ് ആദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ P3 എത്ര 0th ടൈമിൽ വന്നിട്ടുണ്ട്. അതിന് ടോട്ടല് കംപ്ലീഷൻ ടൈം ബേർസ്റ്റ് ടൈം എത്രയാണ് 2 ആണ്. അപ്പോൾ 0 to 2 വരെ P3 ആയിരിക്കും CPU ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. നെക്സ്റ്റ് വരുന്ന പ്രോസസ്സ് P1 ആണ് വരുന്നത്. P1 പക്ഷെ ടൈം 3 ആവുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഈ 2 കഴിഞ്ഞ് ഒരു 3 ആവുന്ന വരെ അവിടെ CPU ഐഡിയലായിട്ടിരിക്കും, വേറെ ആരും യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് ഒരു ക്യൂ ട്ടോ. 3ല് നമ്മുടെ P1 എത്തിയിട്ടുണ്ട്. P1ന് ടോട്ടൽ വേണ്ടത് 4 ആണ് ടൈം. സോ 3 to 4, അതായത് 7 വരെ CPU ആരുടെ കയ്യിലായിരിക്കും, P1ന്റെ കയ്യിലായിരിക്കും. നെക്സ്റ്റ് സ്മോളസ്റ്റ് പ്രോസസ്സ് വരുന്നത് P5 ആണ്. P5, സോ 7 ആവുമ്പോൾ അതിന് നമ്മൾ CPU P5ലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. CPUന്റെ കൺട്രോൾ P5നായിരിക്കും കിട്ടുക. സോ P5 എത്ര ടൈമാണ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്, 3 minutes. സോ 7 + 3 ചെയ്യുമ്പോൾ 10 വരെ എന്തായിരിക്കും, P5 ആയിരിക്കും CPU ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. നെക്സ്റ്റ് സ്മോളസ്റ്റ് പ്രോസസ്സ് വരുന്നത് P4, P2 രണ്ടും 5ലാണ് വരുന്നത്. സോ നമ്മൾ ഇതിൽ ഏതാണ് സ്മോളസ്റ്റ്, ഫസ്റ്റ് വന്നിട്ടുള്ള പ്രോസസ്സ് ഏതാന്ന് നോക്കും. ഏതാണ്, P2 ആണ് ഓർഡർ പ്രകാരം ഫസ്റ്റ് വന്നിട്ടുള്ളത്. സോ നമ്മൾ P2ന് കൊടുക്കുന്നു. അപ്പോൾ 10 to എത്രയാണ് P2ന് വേണ്ട ടൈം, ബേർസ്റ്റ് ടൈം 3 ആണ്. അപ്പോൾ 10 to 13 വരെ P2ന്റെ കയ്യിലായിരിക്കും. നെക്സ്റ്റ് P4ന് കൊടുക്കും 14 വരെ, അതായത് 1 മിനിറ്റ് ആണ് ബേർസ്റ്റ് ടൈം ആയിട്ടുള്ളത്. സോ 13 + 1 14. ഇതാണ് ഗാന്റ് ചാർട്ട്. ഈ ഒരു ഗാന്റ് ചാർട്ട് വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓരോ പ്രോസസ്സിന്റെയും കംപ്ലീഷൻ ടൈം അല്ലെങ്കിൽ എക്സിറ്റ് ടൈം കിട്ടിയിരിക്കുകയാണ്. സോ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കാം. സോ P1ന്റെ എക്സിറ്റ് ടൈം എത്രയായിരുന്നു, 7 ആണ്. 7 ആകുമ്പോഴാണ് P1 എക്സിറ്റ് ആയി പോകുന്നത്. നെക്സ്റ്റ് P2ന്റെ എക്സിറ്റ് ടൈം എന്ന് പറയുന്നത് 13. P3യുടെ എക്സിറ്റ് ടൈം 2.
P4ന്റെ എക്സിറ്റ് ടൈം 14, P5ന്റെ എക്സിറ്റ് ടൈം 10. ഇനി നമുക്ക് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കണം. ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എക്സിറ്റ് ടൈം മൈനസ് അറൈവൽ ടൈം. സോ 7 - 3 4, 13 - 5 8, 2 - 0 2, 14 - 5 9, 10 - 4 6. വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേർസ്റ്റ് ടൈം. സോ 4 - 4 0, 8 - 3 5, 2 - 2 0, 9 - 1 8, 6 - 3 3. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ആവറേജ് ഓഫ് ടേൺ അറൗണ്ട് ടൈമും ആവറേജ് ഓഫ് വെയിറ്റിംഗ് ടൈമാണ്. സോ ഈ വെയിറ്റിംഗ് ടൈം എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എത്ര നമ്പർ ഓഫ് പ്രോസസ്സ് ഉള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്ത വെയിറ്റിംഗ് ടൈം കിട്ടും. അതുപോലെ ടേൺ അറൗണ്ട് ടൈമും ടോട്ടൽ കണ്ടുപിടിക്കുക, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രോസസ്സ് ചെയ്യാം. സോ നമുക്ക് ആവറേജ് ഓഫ് വെയിറ്റിംഗ് ടൈം ആദ്യം കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ എല്ലാ വെയിറ്റിംഗ് ടൈമും കൂടി ആഡ് ചെയ്തു. 0 + 5 + 0 + 8 + 3 ഡിവൈഡഡ് ബൈ 5 പ്രോസസ് ആണത്. 5 ചെയ്തു. സോ 5.8 യൂണിറ്റ് ടൈം കിട്ടി. ആവറേജ് ഓഫ് ടേൺ അറൗണ്ട് ടൈമും അതുപോലെ തന്നെ ഈ ടേൺ അറൗണ്ട് ടൈം ഒക്കെ കൂടി ആഡ് ചെയ്തു. 4 + 8 + 2 + 9 + 6 ഡിവൈഡഡ് ബൈ 5. സോ ആൻസർ 3.2 യൂണിറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ FCF സ്കെഡ്യൂളിംഗ് അൽഗോരിതം. സിമ്പിൾ ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതം ആണ്. പക്ഷെ എന്താണ് സിമ്പിൾ ആൻഡ് ഈസിയസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് അൽഗോരിതമാണ്. പക്ഷെ എന്താണ് എഫിഷ്യൻ്റ് അല്ല, പുവർ പെർഫോമൻസും ആണ്. കാരണം എന്താണ് അവിടെ നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് ടൈം അല്ലെങ്കിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ FCF. താങ്ക് യു.